നസ്കർ, ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്ന മലയാളിയായ ഒരു പൊതുപ്രവർത്തകന്റെ ശബ്ദരേഖയോടെ തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരമുണ്ട്. മേളിൽ ഇട്ടിരിക്കുന്ന ഒരു ലിങ്ക് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ഉണ്ടായൊരു സംഭവമാണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ലോണും കടവും എടുത്ത് വന്നത് നമ്മൾ ജീവിക്കാൻ വേണ്ടി വന്ന് നമ്മൾ ജീവിക്കുക, അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതുപോലെ ഇപ്പൊ പബ്ലിക് മീഡിയ വഴി ഒത്തിരി കാര്യങ്ങളുണ്ട്, നമുക്കറിയാം. അതുപോലെ പല മതങ്ങളും പല ഇതും പറഞ്ഞ് പലരും നമ്മളെ പല രീതിയിൽ പ്രലോഭിപ്പിക്കുകയും പല രീതിയിൽ നമ്മൾക്ക് വേണ്ടി ഒത്താശകൾ പറഞ്ഞുകൊണ്ടൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഇതിനെ ഒന്നും ന്യായീകരിക്കാനും ഇതിനൊന്നും പോകാതെ അവരവരുടെ കാര്യം നോക്കി ഇന്ന് നാട്ടിൽ നിന്നറിയാൻ ലോണും ഒക്കെ എടുത്ത് ഇത്രയും കടവും എടുത്താണ് വരുന്നത്. അപ്പം ഇപ്പൊ വരുന്ന തലമുറയായിക്കോട്ടെ അല്ലെങ്കിൽ ആരായിക്കോട്ടെ, ഏത് പ്രായമായവരായിക്കോട്ടെ ആകാത്തവരായിക്കോട്ടെ, എല്ലാ വിഭാഗത്തിലും പെട്ട ആൾക്കാർ ഇന്നാണ് മീഡിയാസ് വഴി ഒത്തിരി കാര്യങ്ങളുണ്ട്. ടിക്ടോക്ക് അതുപോലെ തന്നെ ഒത്തിരി മീഡിയാസുകളുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പൊ ഈ സംഭവത്തില് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നേ ഉള്ളൂ. അതായത് ഇസ്രായേലിലെ പൗരനായ ഒരു വ്യക്തി ടിക്ടോക്കിൽ ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ ചോദിച്ചതാണെന്നാ പറയുന്ന ഈ രണ്ട് നേഴ്സുമാരോട്. അതിൽ ഒരാള് ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ലെബനാനിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്നത്. അതൊരു പെൺകുട്ടിയാണെന്ന് അറിയാൻ സാധിച്ചത്. അത് ഇപ്പൊ ന്യൂഗ്രാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പഠിച്ചു കഴിഞ്ഞ് ഇപ്പൊ നഴ്സിംഗിലേക്ക് ആയേ ഉള്ളൂ. ഒന്ന് ആ വ്യക്തി അപ്പോൾ വലിയ പ്രായമില്ല, പെൺകുട്ടിയാണെന്ന് അറിയാൻ സാധിച്ചത്. രണ്ടാമത്തത് അഫ്ഗാനിൽ നിന്ന് വന്ന ഒരാളാണ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ചെറുപ്പം മുതൽ അവരുടെ പേരൻസ് ഇവിടെ വന്ന് ചെറുപ്പം മുതൽ ഈ രാജ്യത്ത് തന്നെ വളർന്ന് ജീവിച്ച ഒരു വ്യക്തിയാണ്. അത് ആണെന്ന് അറിയാൻ സാധിച്ചത്. ഇതിന്റെയൊക്കെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇവരുമായിട്ട് എന്തോ ടിക്ടോക്കിൽ ഓൺലൈനിൽ സംസാരിച്ചപ്പം നിങ്ങൾക്ക് ഇസ്രായേലികളെ ഇഷ്ടമില്ല എന്ന് വരികിൽ ഇസ്രായേലുകളായിട്ടുള്ള ഒരു പേഷ്യന്റ് ആയിട്ട് വന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ കൊന്നുകളയും എന്ന് പറയുമോ, അങ്ങനെ എന്തോ സംഭവിച്ചതെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നേ ഉള്ളൂ ഇതിന്റെ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ വാർത്തകൾ ടിക്ടോക്കിൽ നിന്ന് തന്നെ ലീക്ക് ഔട്ടായി, കേസായി. ഇപ്പൊ ഓൾറെഡി കംപ്ലീറ്റ് പോലീസ് അന്വേഷണങ്ങളും എൻക്വയറി നടക്കുന്നു. ഓൾറെഡി ഇപ്പോഴത്തെ വാർത്തയിൽ കണ്ടുവരുന്നത് ഇവരെ രണ്ടുപേരെ ഓൾറെഡി ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിട്ടു എന്നും പിരിച്ചുവിടാനുള്ള തീരുമാനങ്ങളാണെന്നും ഓൾറെഡി ഓസ്ട്രേലിയൻ പാർലമെന്റിൽ വരെ ഭയങ്കര ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വാർത്തകൾ വരുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ 2-3 ദിവസത്തേക്ക് കൊണ്ടേ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ എന്താണേലും നമ്മൾ ശ്രദ്ധിക്കണം, ജീവിക്കാൻ വേണ്ടി ഈ രാജ്യത്ത് വന്ന ഇന്നത്തെ ഈ തലമുറയെ എല്ലാവരും ടിക്ടോക്കിലാണേലും എങ്ങനെയൊക്കെയാണേലും ബാക്കി കാര്യങ്ങളിലും അനാവശ്യമായ ടോക്കുകളും സംസാരിച്ച് വെറുതെ അവരവരുടെ ജീവിതം പാഴാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. താങ്ക്സ്. ഒരു വാർത്തയെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇയാൾ ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന മലയാളികളോട് നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത പുലിവാല് പിടിക്കുന്നത്, കഷ്ടപ്പെട്ട് ഈ രാജ്യത്ത് വന്നാൽ പണിയെടുത്ത് ജീവിച്ചുകൂടെ എന്ന് ചോദിക്കുന്നു. ഇതേ ചോദ്യമാണ് ലോകമെമ്പാടുമുള്ള കൊടിപിടുത്തക്കാരായ പ്രവാസികളോട് എനിക്ക് ചോദിക്കാനുള്ളത്. പണ്ടൊന്നുമില്ലാത്ത ഒരു പ്രവണതയാണിത്. പണ്ടൊക്കെ അവിടെ എത്തുന്ന മലയാളികൾ, അത് ഓസ്ട്രേലിയയിലാണെങ്കിലും ന്യൂസിലൻഡിലാണെങ്കിലും കാനഡയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ബ്രിട്ടനിലാണെങ്കിലും അവിടെ എത്തുന്ന മലയാളികൾ അവരുടെ അവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി സംഘടനകൾ ഉണ്ടാക്കാറുണ്ട്. നഴ്സുമാരുടെ സംഘടന, മലയാളി അസോസിയേഷനുകളുടെ കൂട്ടായ്മ, അതൊക്കെ പലപ്പോഴും പവർ ലോബിയിങ് ഗ്രൂപ്പായി മാറാറുണ്ട്. അതിലൊന്നും തെറ്റില്ല. കാരണം നമ്മളൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തെ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട് ജീവിക്കുമ്പോൾ അവിടെ നമുക്ക് നിഷേധിക്കപ്പെടാൻ സാധ്യതയുള്ള വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരു പവർ ഗ്രൂപ്പായി മാറിയാൽ അത് നേടിയെടുക്കാൻ എളുപ്പമാണ്, ഒരു തെറ്റുമില്ല. എന്നാൽ ഇപ്പോൾ ആ ട്രെൻഡ് അങ്ങ് മാറി. അതിന്റെ കാരണം, പണ്ട് മാർക്സിസ്റ്റുകാർ ഇങ്ങനെ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കുടിയേറുമായിരുന്നില്ല. അവരൊക്കെ പോയിക്കൊണ്ടിരുന്നത് ഗൾഫ് രാജ്യങ്ങളിലാണ്. അവിടെ ചെന്ന ഒരു അസോസിയേഷനും ഉണ്ടാക്കാൻ കഴിയില്ല. മലയാളി അസോസിയേഷനോ ഇന്ത്യൻ അസോസിയേഷനോ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ പോലും എംബസികളുടെ അനുമതി വേണം. അംഗീകാരമില്ലാതെ ഏത് അസോസിയേഷൻ ഉണ്ടാക്കിയാലും പണി വാളും. രാഷ്ട്രീയ പ്രവർത്തനമേ പാടില്ല, മതപ്രവർത്തനം വീട്ടിനുള്ളിലാവണം. അതുകൊണ്ട് അവിടെ കുഴപ്പമൊന്നുമില്ലാതാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ പണിയെടുത്തിരുന്നത്. എന്നാൽ കാലം ഒരുപാട് മാറി. കമ്മ്യൂണിസ്റ്റുകാർ വിപ്ലവാശയം ഉപേക്ഷിച്ചു. കമ്മ്യൂണിസം എന്ന് പറയുന്ന അധികാരത്തിന്റെ ഒരു രൂപം മാത്രമായി മാറിയപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റുകാരും പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ തുടങ്ങി. ആദ്യകാലത്ത് പോയിക്കൊണ്ടിരുന്ന അത്യാവശ്യം വിവരമുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഇതിലൊന്നും ഇടപെടാതെ സ്വന്തം കാര്യം നോക്കി ജീവിച്ചിരുന്നു. ഇവരുടെ എണ്ണം കൂടിയതോടെ, പ്രത്യേകിച്ച് പിണറായി വിജയൻ അധികാരത്തിലെത്തിയതിന് ശേഷം സ്വജനപക്ഷപാതം കേരളത്തിന്റെ ഒരു രീതിയായതോടെ ഇവിടെ തൊഴിലും കിട്ടില്ല, വിദ്യാഭ്യാസവും കിട്ടില്ല എന്ന് മനസ്സിലാക്കി കമ്മ്യൂണിസ്റ്റുകാർ തന്നെ നാട് വിട്ട് വിദേശത്തേക്ക് പോവുകയും അവിടെ എത്തുന്ന മാർക്സിസ്റ്റ് നേതാക്കളെ കെട്ടിയെഴുന്നള്ളിക്കാൻ അവിടെ പഠിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്യുന്ന സഖാക്കൾ രംഗത്തിറങ്ങുകയും ചെയ്തതോടെ നിരവധി കമ്മ്യൂണിസ്റ്റ് അനുഭാവമുള്ള സംഘടനകൾക്കും രൂപം കൊടുത്തു.
ഇവരിൽ പലരും ഈ നാട്ടിലാണ് എന്ന് കരുതി ചുവന്നു ലുങ്കിയൊക്കെ എടുത്ത് കൊടി പിടിച്ചുകൊണ്ട് തെരുവിലിറങ്ങാൻ തുടങ്ങി. ജനാധിപത്യം മഹത്തരമാണെന്ന് കരുതുന്നത് കൊണ്ട് പലയിടത്തും ഇത് പ്രശ്നമായില്ല. എന്നാൽ ഇത് അതിരുവിട്ടത് ഹമാസ് ഭീകരവാദികൾ ഇസ്രയേലിനെ ആക്രമിച്ചു തുടങ്ങിയതോടെയാണ്. ഇസ്രയേൽ തിരിച്ചടിച്ചു. ലോകമെമ്പാടും ഇസ്രയേലിനെതിരെ ഫലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ നടന്നു. ഈ പ്രകടനങ്ങൾ നടത്തിയതൊക്കെ തദ്ദേശമായ സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമാണ്. അവിടെ പോയി കൊടി പിടിച്ചുകൊണ്ട് നമ്മുടെ പിള്ളേരും കൂടിയിട്ടുണ്ട്. അവരിൽ പലരെയും വിസ റദ്ദാക്കി തിരിച്ചയക്കുന്ന നടപടിക്രമങ്ങളുമായി ട്രംപ് രംഗത്തിറങ്ങിയിരിക്കുന്നു. ഇത് ട്രംപിന്റെ മാത്രം ഒരു പ്രതിപ്രവർത്തനമല്ല, മറ്റ് രാജ്യങ്ങളിലേക്കും ഇത് പടരുകയാണ് പലതരത്തിലും. ബ്രിട്ടനിലും ഇപ്പോൾ ഒരുപാട് പേരെ പിടിച്ച് പുറത്താക്കി തുടങ്ങിയിട്ടുണ്ട്. അതിനെ ഞെട്ടിക്കുന്ന ഒരു സംഭവം വരും ദിവസങ്ങളിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നതുമാണ്. ഞാൻ ആദ്യം പറഞ്ഞിരിക്കുന്ന ഓഡിയോ ദൃശ്യത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവത്തിൽ ഉൾപ്പെട്ടവർ മലയാളികളല്ല, ഇന്ത്യക്കാരുമല്ല, ലെബനനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും എത്തിയവരാണ്. ഇവർ രണ്ടുപേരും ഓസ്ട്രേലിയ ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ന്യൂ സൗത്ത് വെയിൽസ് ആശുപത്രിയിലെ ജോലിക്കാരാണ്. അഹമ്മദ് റാഷദ് നദീറും സാറ അബു ലബ്ഡയും. ഇവർ രണ്ടുപേരാണ്. പുരുഷന്റെ പേര് അഹമ്മദ് റാഷദ് നദീർ, സ്ത്രീയുടെ പേര് സാറ അബു ലബ്ഡെ. ഇതാണ് അവരുടെ ചിത്രം. ഇവർ രണ്ടുപേരും ജോലിയൊക്കെ കഴിഞ്ഞ്, അവിടുത്തെ ആശുപത്രിയിലെ നഴ്സുമാരാണ്, ജോലിയൊക്കെ കഴിഞ്ഞ് അവർ വീഡിയോ ചാറ്റ് നടത്തുകയാണ്. അപ്പോൾ ഒരു ഇസ്രയേലി യൂട്യൂബർ, അയാളുടെ പേര് മാക്സ് വെയ്ഫർ എന്നാണ്. ഈ മാക്സ് ഇസ്രയേലി യൂട്യൂബറാണ്. അയാൾ പലപ്പോഴും ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ആളുകളുമായി സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. അത് വീഡിയോയിലൂടെ സംസാരിക്കും, അത് എഡിറ്റ് ചെയ്യും, അത് കൊടുക്കാറുണ്ട്. അങ്ങനെ ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ജോലി ചെയ്യുന്ന ഈ രണ്ട് നേഴ്സുമാരോട് ഇയാൾ സംസാരിച്ചപ്പോൾ ഞെട്ടലോടുകൂടി താങ്കൾ ഇസ്രായേൽ പൗരനാണെന്ന് പറഞ്ഞ് എന്നെ ഞെട്ടിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞ് ഇവർ സംഭാഷണം തുടങ്ങിയാണ്. എന്നിട്ട് പറയുകയാണ്, എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? എന്തായാലും നിങ്ങൾ കൊല്ലപ്പെടും. കൊല്ലപ്പെടുക മാത്രമല്ല, നരകത്തിലും പോകും. എന്തുകൊണ്ടാണ് ഞാൻ കൊല്ലപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ നരകത്തിൽ പോകുന്നത് എന്ന് മാക്സ് ചോദിച്ചു. അപ്പോൾ ഈ രണ്ടുപേരും പറഞ്ഞു, അത് ഫലസ്തീൻ്റെ ഭൂമിയാണ്, നിങ്ങൾ അധിനിവേശം നടത്തിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ കൊല്ലപ്പെടേണ്ടവരാണ്, നിങ്ങൾ മരിച്ചാൽ നരകത്തിലേക്ക് നിങ്ങൾ പോവുകയും ചെയ്യും. അപ്പോൾ മാക്സ് ചോദിച്ചു, നിങ്ങൾ ഓസ്ട്രേലിയയിലെ ജീവിക്കുന്നത്, അവിടെ ജൂതന്മാരുണ്ടല്ലോ. ഓസ്ട്രേലിയ ഏതാണ്ട് 1 ലക്ഷത്തിലധികം, 1.25 ലക്ഷത്തോളം ജൂതന്മാരുണ്ട്. ഏതാണ്ട് 8 ലക്ഷത്തിലധികമാണ് മുസ്ലിം ജനസംഖ്യ. ഓരോ സെൻസസിലും, അതായത് ഓരോ 10 വർഷവും ഏതാണ്ട് ഇരട്ടിയോളം ഓസ്ട്രേലിയയിലെ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ ഓസ്ട്രേലിയയിൽ താമസിക്കുമ്പോൾ അവിടെ ജൂതന്മാരുണ്ടല്ലോ, അവർ ചികിത്സിക്കാൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞ മറുപടി, ചികിത്സിക്കില്ല എന്ന് മാത്രമല്ല, കൊല്ലാൻ കഴിയുമെങ്കിൽ കൊല്ലും, ഞാൻ പലരെയും നരകത്തിലേക്ക് അയച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത്. രണ്ടുപേരും ആത്മവിശ്വാസത്തോടെ പറഞ്ഞു അത് തങ്ങളുടെ മതത്തിന്റെ ദൗത്യമാണ്, അത് ചെയ്യുന്നുവെന്ന്. ഇത് ഓസ്ട്രേലിയയിൽ ഉണ്ടാക്കിയ കോളിളക്കം ചില്ലറയല്ല. ഓസ്ട്രേലിയൻ മാധ്യമങ്ങളിലെല്ലാം വലിയ വാർത്തയായി. ഓസ്ട്രേലിയൻ ജനതയോട് പാർലമെന്റിൽ പ്രധാനമന്ത്രി ആന്റണി അൽബാനിസിന് മാപ്പ് പറയേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ വീഡിയോ കണ്ടു, എനിക്ക് സഹിക്കാനേ കഴിഞ്ഞില്ല, ഞാനതിന്റെ കമന്റുകൾ വായിച്ചു, വംശീയതയാണ്, വർഗീയതയാണ്, ക്രിമിനൽ കുറ്റമാണ്, ഒരു തരത്തിലും സഹിക്കാൻ കഴിയില്ല, അന്വേഷണം നടത്തുന്നു, ഒരു തരത്തിലും ഇത്തരം ഹെയ്റ്റ് സ്പീച്ചുകൾ ഓസ്ട്രേലിയയിൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. ന്യൂ സൗത്ത് വെയിൽസ് സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രിയായ റയാൻ പാർക്ക് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത്. അവരിനി ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിൽ ജോലിക്ക് വരുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. ഇത്രയും വൃത്തികേടുകൾ പറഞ്ഞ്, ഇത്രയും ക്രിമിനൽ വാസനയുള്ളവരെ ഇനി തിരിച്ചു ജോലിക്ക് എടുക്കില്ലെന്ന് പറഞ്ഞു. ഇവരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്, പക്ഷെ ഇനി അവരെ തിരിച്ച് ജോലിക്ക് എടുക്കില്ല എന്ന് പറഞ്ഞു. അതായത് അവരുടെ പണി തെറിച്ചു. ഓസ്ട്രേലിയ വലിയ കോളിളക്കമായിരിക്കുന്നു, ഓസ്ട്രേലിയയിൽ വലിയ ചർച്ചയായിരിക്കുന്നു, പാർലമെന്റിൽ പ്രധാനമന്ത്രി ഉത്തരം പറയേണ്ടി വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, പോലീസ്, ന്യൂ സൗത്ത് വെയിൽസ് പോലീസ് ഇതേക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ഏതെങ്കിലും ആശുപത്രിയിലെ മരണം, ഇവർ ജോലി ചെയ്ത വാർഡുകളിൽ സംഭവിച്ച മരണത്തെക്കുറിച്ചെല്ലാം വിശദമായി അന്വേഷിക്കാൻ പോലീസിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഇവർ ജോലി ചെയ്ത കാലത്തെ സകല മരണങ്ങളും അന്വേഷിക്കുകയാണ്. ആ മരണങ്ങൾ സ്വാഭാവികമായി സംഭവിച്ചതാണോ അതോ കൊലപ്പെടുത്തിയതാണോ എന്ന് അന്വേഷിക്കുകയാണ്. അങ്ങനെ ഒരു റിപ്പോർട്ടൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. തമാശ പറഞ്ഞതാണ് എന്ന് അവരുടെ വിശദീകരണം ശരിയാവാനാണ് സാധ്യത. പക്ഷേ ആ മനോഭാവം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഓസ്ട്രേലിയ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇവിടെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, എന്തൊരു മനോഭാവമാണ്, എന്തൊരു ആറ്റിറ്റ്യൂഡാണ്. ഇവർ എങ്ങനെയോ ആ രാജ്യത്തെത്തിയവരാണ്, ഒരുപക്ഷെ അഭയാർത്ഥികളായി എത്തിയവരാവാം. അവർക്ക് ആ രാജ്യം അഭയം നൽകി, ജോലി നൽകി, സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. എന്നിട്ട് അവർ ജോലി ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ അവരുടെ തെറ്റായ വിശ്വാസത്തിന്റെ പുറത്ത് മറ്റുള്ളവരെ കൊന്നാലും കുഴപ്പമില്ല എന്ന ചിന്ത വന്നിരിക്കുന്നു. അവർ കൊലപ്പെടുത്തും എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നു. ജൂതൻ കൊല്ലപ്പെടേണ്ടവനാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. ഇതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന സന്ദേശം. ഇത്തരത്തിൽ ചിന്തിക്കാൻ എങ്ങനെയാണ് മനുഷ്യവർഗത്തിൽ പിറന്നവർക്ക് കഴിയുന്നത് എന്ന് ചോദ്യം. രണ്ടാമത്തേത്,
മലയാളികൾക്കുള്ള, പ്രവാസികൾക്കുള്ള സന്ദേശമാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയം കാണും, നിങ്ങൾക്ക് മതം കാണും, നിങ്ങൾക്ക് നിങ്ങളുടേതായ നിലപാടുകൾ കാണും. പക്ഷെ നിങ്ങൾ മറ്റൊരു രാജ്യത്ത് പോകുന്നത് ജോലി ചെയ്യാനും ജീവിക്കാനുമാണെങ്കിൽ ആ രാജ്യത്തെ നിയമങ്ങൾ, ആ രാജ്യത്തെ മൂല്യങ്ങൾ, ആ രാജ്യത്തെ ആശയങ്ങൾ അംഗീകരിക്കുക. അല്ലാത്തവർ അങ്ങോട്ട് പോവാതിരിക്കുക. അവിടെ പോയി കൊടി പിടിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ചില പ്രമുഖന്മാരുടെ, പാർട്ടി നേതാക്കളുടെയൊക്കെ ഗുഡ് ലിസ്റ്റിൽ ഇടം പിടിക്കാമായിരിക്കും. പക്ഷേ നഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ ജോലിയാവാം, നിങ്ങളുടെ ജീവനാവാം, നിങ്ങളുടെ യശസ്സാവാം. ഈ രണ്ടു പേർക്ക് സംഭവിച്ചത് മലയാളികൾക്കാർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥന.